അപ്പൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച മകൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. സാധാരണ നമ്മൾ ബർത്ത്ഡേക്ക് കേക്ക് ഉണ്ടാക്കും. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് കരുതി അങ്ങനെയാണ് ഈ ബ്രെഡ് സാൻഡ്വിച്ച് കേക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ മക്കൾക്ക് മധുരമുള്ള കേക്ക് ഇല്ലാണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊരു കുഞ്ഞു കേക്കും കൂടി ഉണ്ടാക്കി. ഈ റെസിപ്പി നിങ്ങളോടുകൂടി ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം വേണ്ടത് ചിക്കനിൽ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഉപ്പ് ഇവ നന്നായിട്ട് ചേർത്ത് പിടിപ്പിച്ചിട്ട് ഒരു 15 മിനിറ്റ് വെച്ചതിന് ശേഷം പാത്രം ചൂടാക്കി എണ്ണ ഒഴിച്ച് വറുത്തെടുക്കാം. നന്നായി മൊരിച്ച് വറുത്തെടുക്കണം. ഇനി വേണ്ടത് കുറച്ചധികം പാൽക്കട്ടികൾ അല്ലെങ്കിൽ ചീസാണ്. അപ്പോൾ ചീസിൻ്റെ കവർ നീക്കം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടെ നീക്കണം. നമ്മളിതൊരു ഫുഡ് പ്രോസസ്സറിലോ മിക്സർ ഗ്രൈൻഡറിലോ വെച്ച് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് വേണ്ട ക്രീം എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ചീസ് ക്യൂബുകളോട് ഒന്നിച്ചിട്ട് ഒരു വലിയ സ്പൂൺ പ്രോസസ്ഡ് ചീസ് ക്രീം, അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ ചേർത്താൽ മതി. അല്ലെങ്കിൽ അതിന് പകരമായിട്ട് തിക്ക് ക്രീം എടുക്കുന്ന തിക്ക് ക്രീമിൻ്റെ ക്വാണ്ടിറ്റി അളവ് കൂട്ടിയാൽ മതി. അപ്പോൾ 2 വലിയ സ്പൂൺ മയണൈസും 3 വലിയ സ്പൂൺ തിക്ക് ക്രീമും ചേർത്തിട്ട് ഇത് അടിച്ചെടുത്ത് 2 ബൗളുകളിലേക്കായി മാറ്റാം. എന്നിട്ട് അതേ മിക്സർ ഗ്രൈൻഡറിൽ തന്നെ നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ മല്ലിയിലയും സ്പ്രിംഗ് ഒണിയനും മസ്റ്റർഡ് ചീസും ചേർത്തിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ തന്നെയാണ് ഗ്രൈൻഡ് ചെയ്തെടുക്കേണ്ടത്. അതിനിടയിൽ നമ്മൾ ഈ വെജിറ്റബിൾസ് ഒന്ന് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ക്യാപ്സിക്കവും സ്പ്രിംഗ് ഓണിയൻസും നമ്മൾ ഇഷ്ടാനുസരണം മുറിച്ച് വെക്കണം. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ഇനി 2 പാക്കറ്റ് ബ്രെഡ് 4 അരികുകളും മുറിച്ച് ഇങ്ങനെ സമചതുരങ്ങളിലാക്കി വെക്കണം. എന്നിട്ടൊരു കട്ടിംഗ് ബോർഡ് എടുത്ത് ഒരു കട്ടിംഗ് ബോർഡിൽ ബട്ടർ പേപ്പർ വിരിച്ച് ബ്രെഡ് കഷ്ണങ്ങൾ നിരത്തി വെക്കാം. അതിന് മുകളിൽ ആദ്യം എടുത്തു വെച്ച ക്രീം എടുത്ത് 2 ബൗളുകളിലായിട്ട് നമ്മൾ ക്രീം എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആദ്യത്തെ ബൗളിലെ ക്രീം എടുത്ത് തേച്ച് പിടിപ്പിച്ച് അതിന് മുകളിൽ ചിക്കൻ കൂട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ക്യാപ്സിക്കവും ഒന്ന് തൂകുക. വീണ്ടും ബ്രെഡ് കഷ്ണങ്ങൾ അടുക്കി വെച്ച് അതിന് മുകളിലായി ക്രീമും ചിക്കൻ കൂട്ടും വെജിറ്റബിൾസും തേച്ച് പിടിപ്പിച്ച് അങ്ങനെ 4 ലെയറുകളായിട്ട് നമ്മളിത് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു ബൗള് ക്രീം നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് 2ാമത്തെ ബൗള് നമുക്ക് അവസാനം ഐസിങ് പോലെ ചെയ്തെടുക്കാനുള്ളതാണ്.
അങ്ങനത്തെ ബൗൾ എടുത്തിട്ട് നമ്മൾ ഈ ബ്രെഡിന് മുകളിൽ 4 അരികുകൾ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. കൃത്യമായിട്ട് ക്രീം പുരണ്ടിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അവസാനം ഈ സാൻഡ്വിച്ച് കേക്ക് അലങ്കരിക്കാം. ഇവിടെ ഞാൻ ക്യാപ്സിക്കവും സ്പ്രിംഗ് ഓണിയനും മല്ലിയിലയും തക്കാളിയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് നല്ല കളർഫുൾ ആക്കണം എന്നുണ്ടെങ്കിൽ ക്യാപ്സിക്കത്തിൻ്റെ വ്യത്യസ്ത നിറങ്ങൾ ഉപയോഗിച്ചാൽ മതി. ബർത്ത്ഡേ പാർട്ടി അടുത്തുള്ള ബുറൈമി പാർക്കിൽ വെച്ച് ആഘോഷിക്കാമെന്നാണ് മോന് പ്ലാൻ ചെയ്തത്. അവൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് എല്ലാം എടുത്ത് സാധനങ്ങളും കേക്കൊക്കെ എടുത്തിട്ട് ഈ പാർക്കിലേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെ എത്തിയിട്ട് ഒരു ഇടം കണ്ടുപിടിച്ച് എല്ലാവരും സാധനങ്ങളൊക്കെ നിരത്തി വെക്കുമ്പോഴേക്കും നല്ല കാറ്റും മഴയും വന്നു. മോൻ്റെ പേര് മാസിൻ എന്നാണ്. മാസിൻ എന്നാൽ അറബിയിൽ മേഘം എന്നാണ് അർത്ഥം. അപ്പോൾ മേഘം ജനിച്ച ദിവസം മഴ പെയ്യാതിരിക്കുന്നത് എങ്ങനെ അല്ലേ? വളരെ അപ്രതീക്ഷിതമായിട്ടാണ് മഴ പെയ്തത്. അപ്പോൾ കുട്ടികൾ മാസിൻ്റെ കൂട്ടുകാരൊക്കെ വരാൻ വേണ്ടിയിട്ട് കുറേ വൈകി. അതിന് കുറേ കൂട്ടുകാർക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ അവരെ കാത്തിരിക്കുന്ന സമയം കൊണ്ട്
അപ്പൂൻ്റെ ഡാൻസും ഹസ്ബൻഡും കുട്ടികളുടെയും പാട്ടൊക്കെ നമ്മളെ ബോറടിപ്പിക്കാണ്ട് സൂക്ഷിച്ചിട്ടുണ്ട്. Perfect paradise, tearing up the sea. Wish I could escape. I don't wanna fade. Wish I could erase it, make your heart believe. Balaya, Balaya. Now you know, now you know. Balaya. മകൻ്റെ ഫ്രണ്ട്സ് വന്നപ്പോൾ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു. പിന്നെ കുറേ കുട്ടികൾ വരാതിരുന്നോണ്ട് ഞങ്ങൾ അടുത്ത് 2 കൂടാരത്തിലായിട്ട് കുറേ മാനികൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവർക്ക് കേക്കും സാൻഡ്വിച്ചൊക്കെ ഷെയർ ചെയ്തു. അങ്ങനെ എന്താ പറയുക, ബർത്ത്ഡേ സന്തോഷകരമായിട്ട് കഴിഞ്ഞു. എല്ലാവർക്കും അപ്പൂസ് കിച്ചൻ്റെ ആശംസകൾ. താങ്ക്സ് ഫോർ വാച്ചിങ്. My dreams never mean one thing. This happiness lie in a diamond ring. Oh, I've been asking for. Oh, I've been asking for problems. I raise my